നമുക്കിനി പത്രവിശേഷങ്ങൾ നോക്കാം. പ്രസ് സ്റ്റോപ്പിലേക്ക്. അപ്പോൾ ഇന്ന് പത്രവിശേഷങ്ങൾ വളരെ വിശദമായി പറഞ്ഞു തരാൻ മിസ്റ്റർ സുജിത് ചന്ദ്രൻ എനിക്കൊപ്പം ഉണ്ട്. സുജിത് ചന്ദ്രൻ, ഗുഡ് മോർണിംഗ്. സേതു, ഗുഡ് മോർണിംഗ്. ചെങ്കോട്ടയിലെ ആക്രമണത്തിൻ്റെ അന്വേഷണത്തിൻ്റെ വിശദാംശങ്ങൾ, കേരളത്തിൽ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വിശദാംശങ്ങൾ, നാളെ ബീഹാർ റിസൾട്ട് വരാനിരിക്കുന്നു, അതിൻ്റെ വിശകലനങ്ങൾ, വിശദാംശങ്ങളൊക്കെയാണ് ഇന്നത്തെ പത്രങ്ങളിൽ പ്രധാന വാർത്തകളായിട്ടുള്ളത്. ഓരോന്നായി എടുത്താൽ, മാതൃഭൂമി ഹീനമായ ഭീകരാക്രമണം, നമ്മൾ അറിഞ്ഞ വാർത്ത തന്നെയാണ്. ഇന്നലെ രാത്രിയിലാണ് ആദ്യമായി ഇൻസിഡൻറ്റ് എന്ന് സർക്കാർ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്ന ഈ സംഭവം ഒരു ഭീകരാക്രമണമാണെന്ന് സ്ഥിരീകരിക്കുന്നത്. അത് മാതൃഭൂമി ഒന്നാമത്തെ തലക്കെട്ടായിരിക്കുന്നു. ഡൽഹി സ്ഫോടനത്തെ അപലപിച്ച് കേന്ദ്രം. ഉമർ ഷക്കീൽ മുമ്പും ചെങ്കോട്ടയിലെത്തി എന്നതടക്കമുള്ള വിശദാംശങ്ങൾ. ഭീകരർ ഉപയോഗിച്ച രണ്ടാമത്തെ കാറും കണ്ടെത്തി എന്നതടക്കമുള്ള വിശദാംശങ്ങളാണ് ആ വാർത്തയിലുള്ളത്. ചെങ്കോട്ടയ്ക്ക് സമീപം ദേശവിരുദ്ധ ശക്തികൾ കാർ ബോംബാക്രമണത്തിലൂടെ നടത്തിയത് ഹീനമായ ഭീകരാക്രമണമാണെന്ന് കേന്ദ്രമന്ത്രിസഭ പ്രമേയത്തിൽ പറഞ്ഞു. അതിനു മുമ്പ് ദിസ് ഇൻസിഡൻറ്റ് എന്ന് മാത്രമായിരുന്നു ഇതിനെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ അത് ഭീകരാക്രമണമെന്ന് സ്ഥിരീകരിച്ച സ്ഥിതിക്ക് അതിന് ഉത്തരവാദികളായവരെയും പിന്നിൽ പ്രവർത്തിച്ചവരെയും ഒക്കെ പിടികൂടാനുള്ള ശ്രമം ദേശീയ അന്വേഷണ ഏജൻസി അടക്കം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിവിധ വിശദാംശങ്ങളും ഉള്ളിൽ ഉണ്ട്. മറ്റൊരു വാർത്ത, ക്രമക്കേടിന് പിരിച്ചുവിട്ടയാളോട് ബോർഡ് ക്ഷമിച്ചു എന്നൊരു കൗതുക വാർത്ത ഒന്നാമത്തെ പേജിൽ തന്നെ ഏറ്റവും മുകളിൽ മാതൃഭൂമി നൽകിയിട്ടുണ്ട്. അതായത് വാർത്ത ഇതാണ്: വകുപ്പ് തല അന്വേഷണങ്ങളിൽ കുറ്റങ്ങൾ തെളിഞ്ഞ് പുറത്താക്കിയ ഉദ്യോഗസ്ഥനെ അപേക്ഷ പരിഗണിച്ച് 11 വർഷത്തിന് ശേഷം തിരിച്ചെടുത്തു. പുറത്താക്കപ്പെട്ട കാലത്തെ ആനുകൂല്യങ്ങളൊന്നും വേണ്ടെന്ന് ഇദ്ദേഹം എഴുതി നൽകിയിരുന്നു എന്നാണ് വാർത്തയിൽ പറഞ്ഞത്. എങ്കിലും വിരമിച്ച് 2 വർഷം കഴിഞ്ഞ് മുഴുവൻ ആനുകൂല്യങ്ങളും പുനഃസ്ഥാപിച്ച് നൽകി. ആനുകൂല്യമായി നൽകിയത് 50 ലക്ഷം രൂപയാണ്. വേണ്ടെന്ന് പറഞ്ഞ ആനുകൂല്യങ്ങളടക്കം നൽകി എന്ന വാർത്ത. ക്രമക്കേടിന് പിരിച്ചുവിട്ടയാളോട് ബോർഡ് ക്ഷമിച്ചു എന്ന ഒരു സറ്റയർ, ഒരു തമാശ ഹെഡ്ലൈനാണ് ആ വാർത്തയ്ക്കൊപ്പമുള്ളത്. അതിന് വലതുവശത്തായി ഒരു കൗതുക ചിത്രമുണ്ട്. ഒരു പ്രായമുള്ള സ്ത്രീയുടെ ചിത്രമാണ്. ബിക്കാനീർ എക്സ്പ്രസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ചെന്നൈയിൽ നടന്ന ഏഷ്യ മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 4 സ്വർണം നേടിയ, ഈ കാണുന്ന ചിത്രം അവരുടെയാണ്, 4 സ്വർണം നേടിയ 94-കാരി പനിദേവി പനിദേവി എന്നാണ് ആളുടെ പേര്. സ്വദേശമായ രാജസ്ഥാനിലെ ബിക്കാനീറിൽ തിരിച്ചെത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വാർത്തയാണത്. 94 വാർത്താ ചിത്രമാണത്. 94 വയസ്സാണ് അവർക്ക്. പ്രായം ഒരു നമ്പർ മാത്രം എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഒരു കായിക മത്സരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം അവർ അഭിവാദ്യം ചെയ്യുന്ന മനോഹര ചിത്രം കൊടുത്തിരിക്കുന്നു. മനോരമയിലേക്ക് വന്നാൽ, മനോരമ ഈ ഭീകര പ്രവർത്തനത്തിൻ്റെ അന്വേഷണ വാർത്തകളൊക്കെ തന്നെയുണ്ട് ചെങ്കോട്ടയിൽ. എങ്കിലും ഒന്നാമത്തെ വാർത്തയായി അവർ നൽകിയിരിക്കുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അടുത്തത് ബോർഡ് എന്ന ഒരു ഡയറക്റ്റ് ബുള്ളറ്റ് ഹെഡ്ലൈൻ നേരിട്ട് കൊടുത്തിരിക്കുകയാണ്, ബുള്ളറ്റ് പോലെ. ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കമ്മീഷണറുമായ എൻ വാസുവിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിൽ അന്നത്തെ ദേവസ്വം ബോർഡിനും കുരുക്ക്. 3 മുതൽ 7 വരെ പ്രതികളായ ദേവസ്വം ബോർഡ് ജീവനക്കാരും അന്നത്തെ ബോർഡ് മറിഞ്ഞാണ് കട്ടിളപ്പാളികൾ ഇളക്കിയതെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അതായത് അന്നത്തെ ബോർഡ് അംഗങ്ങളടക്കം അവരെയും ചോദ്യം ചെയ്യും, പ്രതികളാവും. മുൻ പ്രസിഡന്റ് പത്മകുമാറിനോട് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടത് എൻ വാസുവിൻ്റെ ഈ റിമാൻഡ് റിപ്പോർട്ടിലെ ഗുരുതര പരാമർശങ്ങൾ ED വീണ്ടും ഈ കേസിലേക്ക് എൻ്റർ ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റേതായ വാർത്തകൾ ഒക്കെയുണ്ട്. ഒന്നാം പേജിൽ മറ്റൊരു വാർത്തയുള്ളത്, കൈയൊഴിയാതെ കാക്കണം, കണ്ണീരുണങ്ങണം എന്ന വാർത്തയാണ്. പാലക്കാട് വടകരപ്പതി ചൊരപ്പാറയിലെ വീട്ടിലെത്തിയ വിനോദിനി, കൈ നഷ്ടപ്പെട്ട കുട്ടിയെ നമുക്കറിയാമല്ലോ. ചികിത്സാ പിഴവ് കാരണം വലതു കൈ നഷ്ടപ്പെട്ട കുഞ്ഞിൻ്റെ വാർത്ത. അവൾ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു. 9 വയസ്സുകാരി. ഇടത്തും വലത്തും കൈകളായി നിന്ന് അച്ഛനും അമ്മയും പറഞ്ഞു, നമുക്ക് പുതിയ കൈവയ്ക്കാം, അതുകൊണ്ട് മോൾക്ക് അച്ഛനെയും അമ്മയെയും തൊടാലോ എന്നൊക്കെ ഒരു ഹൃദയത്തിൽ തൊടുന്ന ഭാഷയിലാണ് 3 കോളത്തിലായി ഈ റിപ്പോർട്ടുള്ളത്. ഇടത് കൈകൊണ്ട് ചിത്രം വരച്ച് തുടങ്ങുകയാണ് ആ കുഞ്ഞ്. തുടർ ചികിത്സയ്ക്കും വിദ്യാഭ്യാസത്തിനുമുള്ള സഹായങ്ങൾക്ക് മുഖ്യമന്ത്രിയെ സമീപിക്കും എന്ന് വിനോദിനി പറഞ്ഞു. 1.5 മാസത്തിനിടെ 5 ശസ്ത്രക്രിയകൾ ഈ കുഞ്ഞിന് ചെയ്തിരുന്നു. അതിനുശേഷം ചികിത്സാ പിഴവെന്ന് കുടുംബം ആരോപിക്കുന്നു. കൈ ശരീരത്തിലിരുന്ന് ചീഞ്ഞു തുടങ്ങി, ദുർഗന്ധം വന്നു തുടങ്ങി എന്നൊക്കെയുള്ള ആ വാർത്ത നമ്മൾ വേദനയോടെ, കണ്ണീരോടെ വായിച്ച വാർത്തയാണ്. അവൾ ഒരു കൈ നഷ്ടപ്പെട്ട് വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു. ആ കുഞ്ഞ് പുഞ്ചിരിക്കുന്നു ആ വാർത്താ ചിത്രത്തിൽ. അത്രയും ആശ്വാസം. ഏതായാലും മനോരമയുടെ 4-ാം പേജിൽ ഒരു കൗതുക വാർത്തയുണ്ട്. ധാരാളം തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകൾ വരുന്നുണ്ടല്ലോ. ആ കൂട്ടത്തിൽ ദാസൻ ഈ തെരഞ്ഞെടുപ്പിൽ സ്വന്തം പേരിൽ ചുമരെഴുതും എന്നാണ് ആ വാർത്ത. എല്ലാ തെരഞ്ഞെടുപ്പിലും LDF വേണ്ടി ആദ്യത്തെ മതിലെഴുതുന്ന PJ ദാസൻ
ഇക്കുറി മതിലെഴുതുന്നത് തനിക്ക് വേണ്ടി തന്നെ. കൊച്ചി നഗരസഭയിലെ നസ്രത്ത് ഡിവിഷനിൽ CPIM സ്ഥാനാർത്ഥിയാണ് PJ ദാസൻ. ഇന്നലെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിച്ച ഉടൻ പതിവ് തെറ്റിക്കാതെ നസ്രത്ത് ജനതാ റോഡിൽ മതിലെഴുതാൻ ദാസനെത്തി. മാറ്റുരയ്ക്കലിന് മുമ്പ് മതിലുരയ്ക്കൽ എന്ന് പറഞ്ഞ് അപ്പുറത്ത് മറ്റൊരു തൊഴിലാളി ഈ ബോർഡ് എഴുതുന്നതിന് മുമ്പ്, അതായത് ചുവരെഴുതുന്നതിന് മുമ്പ് മതിലുരയ്ക്കുന്ന ഒരു ചിത്രമുണ്ട്. ഒപ്പം നാട്ടിലോട്ട് എന്നാണ് മനോരമയുടെ വർത്തമാനം പേജിൽ വരുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ പേര്. അപ്പോൾ വിശദമായി പ്രാദേശിക വിശദാംശങ്ങളും കൗതുകങ്ങളും ഒക്കെ തെരഞ്ഞെടുപ്പ് വാർത്തകളായി വന്നിട്ടുണ്ട്. മനോരമയുടെ 9-ാം പേജിൽ മറ്റൊരു വാർത്തയുണ്ട്. കറ്റയേന്തി JDS കേരള ഘടകമെന്നാണ്. തദ്ദേശ മത്സരം പഴയ പാർട്ടിയായി തന്നെ. ആ വാർത്തയുടെ പരിസരം ഇതാണ്. കേന്ദ്രത്തിൽ BJP സഖ്യകക്ഷിയാണല്ലോ JDS. കേരളത്തിൽ ഇടതുമുന്നണിക്കൊപ്പം സ്വന്തം പാർട്ടി, ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുന്ന ആലോചനകളൊക്കെ നടന്നിരുന്നു. പക്ഷേ അതിനുള്ള അംഗീകാരം ഏതായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് കിട്ടാത്തതുകൊണ്ട് കേന്ദ്രത്തിൽ BJPക്കൊപ്പമുള്ള JDS കേരളത്തിൽ ഇടതുമുന്നണിയുടെ ഭാഗമായി തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. NDAയിലും കേന്ദ്ര സർക്കാരിലും ജനതാദൾ അംഗമായതിനാൽ ബന്ധം വിച്ഛേദിച്ച് പുതിയ പാർട്ടി എന്ന് പ്രഖ്യാപിച്ച കേരള ഘടകം ഈ ജനതാദൾ ഇപ്പോൾ അതേ പേരിൽ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. ഈ സാഹചര്യം LDFനെ അവർ ബോധ്യപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്ന പേരിൽ പുതിയ പാർട്ടി ഉണ്ടാക്കാനും ചക്രം ചിഹ്നമായി സ്വീകരിക്കാനുമൊക്കെ ശ്രമിച്ചിരുന്നെങ്കിലും അത് നടന്നില്ല. അതുകൊണ്ട് തൽക്കാലം ഈ തെരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിൽ BJPക്കൊപ്പമുള്ള JDS കേരളത്തിൽ LDFനൊപ്പം മറ്റൊരു നയവും മറ്റൊരു പരിപാടിയുമായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പിനെ നേരിടുക. ദേശാഭിമാനിയിൽ എടുത്താൽ യോഗവും സമരവും ബഹിഷ്കരിച്ച് പ്രതിപക്ഷ നേതാവ് എന്നൊരു രാഷ്ട്രീയ വാർത്ത. ഡൽഹി ആക്രമണത്തിൻ്റെ വാർത്തയ്ക്കൊപ്പം തന്നെ പുനഃസംഘടനാ പരാതികൾ പരിഹരിക്കാൻ നടത്തിയ പുതിയ നിയമനങ്ങളും തഴഞ്ഞതോടെ KPCC ഭാരവാഹി യോഗവും കോൺഗ്രസ് സംഘടിപ്പിച്ച സമരവും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ബഹിഷ്കരിച്ചിരിക്കുന്നു എന്നൊരു വാർത്തയാണ് 1-ാമത്തെ പേജിൽ അവർ നൽകിയിരിക്കുന്നത്. 9-ാമത്തെ പേജിൽ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തയുണ്ട്. കാറുമായി ഡൽഹിയിൽ 11 മണിക്കൂറാണ് ഈ ഭീകരപ്രവർത്തനം നടത്തിയ ഡോക്ടർ ഉമർ ചുറ്റിയത്. 11 മണിക്കൂർ ഡൽഹിയിലെ അതിസുരക്ഷാ മേഖലയിലുണ്ടായിരുന്നു. കൊണാട്ട് പ്ലേസിലും മയൂർ വിഹാറിലും ഒക്കെ എത്തി ഇത്രയും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഈ കാറുമായി സ്ഫോടക വസ്തുക്കൾ നിറച്ച കാറുമായി 11 മണിക്കൂർ ചുറ്റി നടന്ന സുരക്ഷാ വീഴ്ചയുടെ ആഴം വളരെ വലുതാണ് എന്ന് ദേശാഭിമാനി പറയുന്നു. മംഗളത്തിൽ മറ്റൊരു വാർത്തയുണ്ട്. മംഗളം പറയുന്നത് ലക്ഷ്യമിട്ടത് ഡിസംബർ 6 ആണ് എന്നാണ് ഭീകരർ. അപ്പോൾ ആ ഒരു ആംഗിൾ മറ്റ് പത്രങ്ങളിലൊന്നും കണ്ടില്ല. അറസ്റ്റിലായ 8 പേരെ ചോദ്യം ചെയ്യുന്നു. 2-ാമത്തെ കാർ ഹരിയാനയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയെന്ന വാർത്തയുണ്ട്. ബാബറി മസ്ജിദ് ധ്വംസന ദിവസമായ ഡിസംബർ 6-നാണ് ആക്രമണം നടത്താൻ ഇവർ പദ്ധതിയിട്ടത് എന്നൊരു വിവരം മംഗളം പങ്കുവയ്ക്കുന്നു. ഹിന്ദുവിലേക്ക് വന്നാൽ ഡ്രൈവർ ഡോക്ടർ അക്യൂസ്ഡ് ഇൻ ബ്ലാസ്റ്റ് കേസ് വിസിറ്റഡ് റെഡ് ഫോർട്ട് ഇൻ ജാനുവരി. കഴിഞ്ഞ ജനുവരി മാസം ഈ ഭീകരപ്രവർത്തനം നടത്തിയ ആളുകൾ റെഡ് ഫോർട്ട് സന്ദർശിച്ച് അവിടുത്തെ സാഹചര്യങ്ങൾ നോക്കിക്കണ്ടിരുന്നു എന്ന വാർത്ത ഹിന്ദു നൽകുന്നു. ഹിന്ദുവിൻ്റെ 12-ാം പേജിലേക്ക് ചെന്നാൽ അൽ ഫല യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസസ് ഇറ്റ്സെൽഫ് ഫ്രം ഡോക്ടേഴ്സ് അക്യൂസ്ഡ് ഇൻ ദ ബ്ലാസ്റ്റ്. ഈ ആക്രമണം നടത്തിയ അതിൻ്റെ ആസൂത്രണത്തിൽ പങ്കെടുത്തു എന്ന് കരുതുന്ന 3 മെഡിക്കൽ ഡോക്ടർമാർ പഠിക്കുന്ന സ്ഥാപനം അൽ ഫല എന്ന യൂണിവേഴ്സിറ്റിയാണ്. അത് കേന്ദ്രീകരിച്ച് ഭീകരതയുടെ ലോഞ്ച് പാഡ് അതാണ് എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ സ്ഥാപനം കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നു. ഇവിടുത്തെ വിദ്യാർത്ഥികൾ അതിൽ ഉൾപ്പെട്ടതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. പക്ഷേ ഈ സ്ഥാപനത്തെ തെറ്റ് പറയാൻ പാടില്ല എന്ന തരത്തിൽ അതിൻ്റെ നേതൃത്വം, ആ യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വം മുന്നോട്ട് വന്നിരിക്കുന്ന വാർത്തയാണ് ഹിന്ദുവിൽ നൽകിയിരിക്കുന്നത്. സേതു. ഓക്കെ, ശരി സുചന്ദ്രൻ.